അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഷവ്വാൽ മാസം ഒരു വർഷത്തെ പ്രതിഫലം ലഭിക്കുന്ന 6 നോമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പരമാവധി റമളാനിൽ ജീവിച്ചതുപോലെ ശിഷ്ടകാല ജീവിതം ധന്യമാക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ റമളാൻ അവസാനിക്കുമ്പോഴും നമ്മളൊക്കെയും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒന്ന് രണ്ട് മെസ്സേജുകൾ പരസ്യമാവാറുണ്ട്. തമാശയാണെങ്കിലും വളരെയധികം ചിന്താർഹമായ ഒരു മെസ്സേജാണ്. ഒരു പള്ളിയിലുള്ള ഇമാമിന്റെ നിസ്കാരം, അതിൻ്റെ തൊട്ടുപിറകിലായി അല്പം ചിലരാണ് മഅ്മൂമിങ്ങളായിട്ടുണ്ടാകുന്നത്. അവിടെയാണ് ഒരു അടിക്കുറിപ്പോടുകൂടി ആ ചിത്രം പലരും സ്റ്റാറ്റസുകളിലൂടെ, സ്റ്റോറിയിലൂടെ പരസ്യപ്പെടുത്തുന്നത്. എന്താണ്? അതിഥികളൊക്കെയും യാത്രയായി, വീട്ടുകാരായ അഹ്ലുകാർ മാത്രം ബാക്കിയായി. തമാശയാണെങ്കിലും വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നാം ഓരോരുത്തരും നമ്മുടെ നഫ്സിനോടൊന്ന് ചോദിക്കുക, ഞാൻ അഹ്ലുകാരനാണോ അതിഥിയാണോ? റമളാനിന്റെ ഒരു മാസക്കാലം മാത്രം ചെന്ന് കയറി റമളാൻ കഴിയലോടുകൂടി ഇറങ്ങിപ്പോകുന്ന അതിഥിയാണോ ഞാൻ? അല്ല. എന്നെന്നും സ്ഥിരമായി ബാക്കിയാകുന്ന അഹ്ലുകാരായ വീട്ടുകാരനാണോ? നാം ഓരോരുത്തരും ചിന്തിക്കുക. അഹ്ലുകാരെന്ന് പറയുമ്പോൾ, പള്ളിയുടെ അഹ്ലുകാരെന്ന് പറയുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി എപ്പോഴും പള്ളിയിലേക്ക് കയറുന്നവർ എന്ന് മാത്രമല്ല, അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെ കൂറ് ജീവിതത്തിൽ നിത്യമാക്കുന്നവൻ എന്നുകൂടി അതിൽ വലിയൊരു അർത്ഥമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിന്റെ 30 വ്രതം അനുഷ്ഠിച്ച ഒരു വ്യക്തി ആ 30 വ്രതവും അനുഷ്ഠിച്ച് പൂർണ്ണമാക്കിയതിന് ശേഷം അവൻ ചിന്തിക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന തഖ്വ അതവനിക്ക് കരസ്ഥമായിട്ടുണ്ടോ എന്നുള്ളതാണ്. കരസ്ഥമായിട്ടുണ്ട് എങ്കിൽ അവൻ അതിഥികളിലല്ല പെടുന്നത്, അഹ്ലുകാരിലാണ് പെടുന്നത്. ആ അഹ്ലുകാരിൽ പെടണം നാം. അതിനു വേണ്ടിയുള്ളതാവണം നമ്മുടെ ജീവിതം. എവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും, പരിശുദ്ധ റമളാനിൽ എത്ര വലിയ യാത്രയിലാണെങ്കിലും ജമാഅത്തിന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ അടുത്തുള്ള പള്ളികൾ തേടിപ്പിടിച്ച് നമ്മൾ പോവുകയാണ്. തിരക്കുകളൊക്കെ മാറ്റിവെക്കുകയാണ്, പ്രയാസങ്ങളൊക്കെ നീക്കിവെക്കുകയാണ്. കാരണം ജമാഅത്തിനൊരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കാറുണ്ട്. അത് റമളാൻ മാസത്തിൽ മാത്രം പോരാ, നമ്മുടെ ജീവിതകാലത്ത് എപ്പോഴും ആ ഒരു പ്രയോറിറ്റി. എവിടെന്നെങ്കിലും പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി കേട്ടാൽ നമുക്ക് കൃത്യമായി എവിടെ ജമാഅത്തിന് ചെന്നെത്താൻ നമുക്ക് പറ്റണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് ശേഷമുള്ള ഷവ്വാലിലെ 6 നോമ്പ്, ഇതിന്റെ മഹത്വം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലമാണ്. ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലം. അത് പെരുന്നാളിന്റെ അന്ന് പാടില്ല, അന്ന് ഹറാം, അന്ന് നോമ്പനുഷ്ഠിക്കരുത്. അതിനുശേഷമുള്ള ദിവസങ്ങൾ ചില മഹാന്മാര് പറയുന്നു അതിന് തുടർച്ചയായി എടുക്കാം. ചില മഹാന്മാര് പറയാണ് തുടർച്ചയായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ശവ്വാല് മാസത്തിൽ 6 നോമ്പെടുത്ത് പൂർത്തിയാക്കിയാൽ മതി. ഇതുകൊണ്ട് വലിയ നേട്ടങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട നോമ്പുകൾ, ആ നോമ്പുകൾ കൂടി അതിലേക്ക് കരുതി കഴിഞ്ഞാൽ ശവ്വാലിന്റെ സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം കിട്ടുന്നതോടൊപ്പം നമുക്ക് നഷ്ടപ്പെട്ട ഫർളാക്കപ്പെട്ട നോമ്പുകൾ കൂടി എടുത്തു വിടാനുള്ള വലിയൊരു അവസരം. ആ അവസരങ്ങൾ കൃത്യമായി നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തിയാൽ അടുത്ത റമളാൻ വരുന്ന സമയത്ത് മുദ്ദു കൊടുക്കേണ്ട കണക്കിന് നമ്മൾ പരക്കം പായേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. ഈ പരിശുദ്ധമായ മാസത്തിൽ നോമ്പ് കൃത്യമായി തുടർച്ചയായി എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അത് ഇനി അങ്ങോട്ട് എടുക്കാൻ നമുക്ക് ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം അത് കിട്ടുന്നവരാവണം.
അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ അള്ളാഹുവിങ്കിൽ നിന്ന് വാങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അള്ളാഹു കബൂൽ ചെയ്യുന്ന വിശ്വാസികളുടെ വിജയികളുടെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടത്തിൽ പെടാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ വിജയം. അള്ളാഹു വിജയികളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.